വിഷുവിന് മലയാളിക്ക് കണി കാണാൻ കണിവെള്ളരി നിർബന്ധമാണ്. ഇക്കുറി ഭൂരിഭാഗം മലയാളികളും കണി കാണുമ്പോൾ അതിൽ മലപ്പുറത്തെ ഉസ്മാന്റെ കൃഷിയിടത്തിലെ കണിവെള്ളരി ഉണ്ടാകും. 55 വർഷമായി കർഷകനായി ഉസ്മാന്റെ കൃഷിയിടത്തിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കണിവെള്ളരി എത്തിയിട്ടുണ്ട്. മലപ്പുറം മക്കരപ്പറമ്പ് പുണർപ്പ പാടശേഖരത്തിലെ ഈ പച്ചക്കറിത്തോട്ടത്തിൽ 73-കാരനായ ആലങ്ങാടൻ ഉസ്മാൻ കഴിഞ്ഞ 4 ദിവസമായി കണിവെള്ളരി വിളവെടുക്കുന്ന തിരക്കിലാണ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള പലരും ഇക്കുറി വിഷുവിന് കണി കാണുന്നത് ഉസ്മാന്റെ തോട്ടത്തിലെ ഈ കണിവെള്ളരിയാകും. എല്ലാവിധ പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ഉസ്മാന് വിഷുക്കാലത്ത് കണിവെള്ളരിക്ക് ആവശ്യക്കാർ കൂടുതലാണെന്നറിയാം. 2 മാസം മുമ്പ് തന്നെ തൃശൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമെല്ലാം മൊത്തക്കച്ചവടക്കാർ എത്തി ഉസ്മാന്റെ കണിവെള്ളരി സ്വന്തമാക്കിയതാണ്. തോട്ടത്തിൽ നിന്നും വെള്ളരി പറിച്ചെടുക്കുന്നത് ഉസ്മാന്റെ നേതൃത്വത്തിൽ തന്നെ. വെള്ളരിക്ക് കിലോയ്ക്ക് സാധാരണ 8 മുതൽ 10 രൂപ വരെ ലഭിക്കുമ്പോൾ വിഷുക്കാലത്ത് 15 രൂപ മുതൽ 20 രൂപ വരെ കർഷകന് കിട്ടും. ആവശ്യത്തിനനുസരിച്ച് നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇക്കൊല്ലമെന്ന് ഉസ്മാൻ പറയുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം കണിവെള്ളരിക്കാണ് ഏറ്റവും വലിയ ഡിമാൻഡ് ഉള്ളത്. മൊത്തം പച്ചക്കറി എല്ലാ ഐറ്റങ്ങളും കുമ്പളങ്ങ, മത്തന്, വെള്ളരി, ചിരങ്ങ, പയർ, ചീര എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ആവശ്യക്കാർ ഇഷ്ടം പോലെ ആവശ്യക്കാർ ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ആവശ്യക്കാർ കമ്മിയാണ്, വളരെ കമ്മി. നമ്മൾ തന്നെ കൊണ്ടുപോയിട്ടത്. വെള്ളരിക്ക് പുറമെ മത്തൻ, കുമ്പളൻ, ചീര, വെണ്ട തുടങ്ങിയ കൃഷികളും ഉസ്മാനുണ്ട്. 3 മാസത്തെ പച്ചക്കറി കൃഷി കഴിഞ്ഞാൽ പിന്നെ നെൽകൃഷിയിലേക്കിറങ്ങും ഈ പരമ്പരാഗത കർഷകൻ. കൃഷി ലാഭകരമല്ല എന്ന് പറയുന്നവർ ഉസ്മാന്റെ കൃഷിരീതി കണ്ടുപഠിക്കണം. ന്യൂസ് മലയാളം, മലപ്പുറം.